വയനാട് കോട്ടത്തറ ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതായി നാട്ടുകാർ. വണ്ടിയാമ്പറ്റ പഴയ റേഷൻ കട റോഡിലാണ് കടുവയിറങ്ങിയത്. വനം വകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. ഫൈസൽ നെടുമ്പാല അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, ഇറങ്ങിയത് കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വിഷ്വൽസ് നമ്മുടെ മുന്നിലുണ്ട്. നാട്ടുകാരെന്താണ് പറയുന്നത്? വനംവകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെ? ഷെയ്ഫു, ഇറങ്ങിയത് കടുവ തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് സ്ഥലത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ചിത്രം ആദ്യം കണ്ടപ്പോൾ നമ്മളും കരുതിയത് ഇതൊരു AI ചിത്രമാണോ എന്നുള്ളതാണ്. കറക്റ്റ് നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്, ഇത്ര വ്യക്തമായി തന്നെയാണ് ആ കടുവയെ കാണുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികൾ തന്നെയാണ് ഈ ഒരു ചിത്രം പകർത്തിയിരിക്കുന്നത്. രാത്രി ഇതുവഴി പോകുമ്പോഴാണ് പെട്ടെന്ന് ആ കടുവ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഇവർ തന്നെ ഈ കടുവയെ കണ്ട ആളുകൾ തന്നെയാണ് വനംവകുപ്പിനെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് 100% ജനവാസ മേഖലയാണ്. എല്ലാ മേഖലയിലും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ കോട്ടത്തറ വണ്ടിയാമ്പറ്റ എന്ന് പറയുന്ന ആ ഭാഗങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരിക്കുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഫെബ്രുവരി പകുതി വരെ എന്ന് പറയുന്നത് കടുവകളുടെ പ്രജനന കാലമാണ്. കടുവകൾ കൂടുതലായും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പച്ചിലക്കാടായാലും കടുവ ഇറങ്ങുന്ന സമയത്ത് വനംവകുപ്പ് എല്ലാവരോടും തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതുമാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യം കൃത്യമായിക്കൊണ്ട് തന്നെ പറയുന്നതുമാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കടുവയെ കൂട് വെച്ച് പിടികൂടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ തിരച്ചിൽ കൂടുതൽ ഊർജിതമായിക്കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നടക്കും. പച്ചിലക്കാട് ഉണ്ടായതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു മേഖലയിലും നടക്കുക. ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജനവാസ മേഖലയാണ്. അപ്പോൾ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കടുവ ഇറങ്ങുമ്പോൾ അതീവ ജാഗ്രതയോടെ ആയിരിക്കും വനംവകുപ്പ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുക. ശരി, എന്തായാലും ഓരോ പ്രാവശ്യം കടുവ ഇറങ്ങുന്നു, കൂട്ടിൽ കുടുങ്ങുന്നു, വീണ്ടും കാട്ടിലേക്ക് വിടുന്നു. ഇത് ഈ പൂച്ചയെ കൊണ്ട് വിടുന്ന കടുവ തിരിച്ചു വരികയാണ്. അപ്പോൾ ജനവാസ മേഖലയാണ്. കാര്യമായ ഭീതിയും ആശങ്കയും ആ മേഖലയിൽ ഉണ്ട്. അത് നീക്കേണ്ടത് വനം വകുപ്പ്. എന്തായാലും അധികം വൈകാതെ ഈ കടുവയും കൂട്ടിലാകട്ടെ എന്ന് നമുക്ക് പറയാം.